നമസ്കാരം. മോർണിംഗ് ടോപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മഞ്ഞിലയിൽ മുങ്ങിത്തോർത്തിയ ഭാവഗായകൻ പി ജയചന്ദ്രൻ ധനുമാസ ചന്ദ്രികയിൽ അലിഞ്ഞു ചേർന്നു. ഇനി ഓർമ്മയിൽ ആ ഗാനങ്ങൾ മാത്രം. ഹോളിവുഡ് താരങ്ങൾ കൂട്ടത്തോടെ പെരുവഴിയിലായി. ലോസ് ഏഞ്ചൽസിനെ വിഴുങ്ങിയ കാട്ടുതീയിൽ അഭിനേതാക്കളും ഗായകരും ടെക്നീഷ്യന്മാരുമടക്കം ഭവനരഹിതരായി. ആന്റണി ഹോപ്കിൻസിന്റെയും പാരീസ് ഹിൽട്ടണിന്റെയും ബില്ലി ക്രിസ്റ്റലിന്റെയും അടക്കം വസതികളും തീ വിഴുങ്ങി. ഹഷ്മണി കേസിൽ വിധി പറയുന്നത് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് നൽകിയ അപേക്ഷ US സുപ്രീം കോടതി തള്ളി. ശിക്ഷാവിധി ഉടൻ. അയർലൻഡിൽ റെക്കോർഡ് തണുപ്പ്. ലോങ്ഫോർഡിലെ ഗ്രനാഡിൽ -8.2°C എന്ന റെക്കോർഡ് താപനില. UK ഗവൺമെന്റിന്റെ ധനസ്ഥിതി മോശമായി തുടരുന്നു. പൊതുസേവനങ്ങൾ കുത്തനെ വെട്ടിക്കുറയ്ക്കുന്നത് ചാൻസലർ റേച്ചൽ റീവ്സ് പരിഗണിക്കുന്നു. UKയിലെ ആദ്യത്തെ നിയമപരമായ മരുന്നടിമുറി നീണ്ട 10 വർഷത്തെ നിയമ പോരാട്ടത്തിന് ശേഷം തുറക്കുന്നു. സംവിധാനം മയക്കുമരുന്നിന് തീരെ അടിമകളായവർക്ക് വേണ്ടി. ഇന്ത്യ സഖ്യം പിരിച്ചുവിടണമെന്ന ആവശ്യവുമായി മുന്നണി ഘടകകക്ഷി നേതാവായ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള. DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും മരണത്തിൽ പ്രതികളായ കോൺഗ്രസ് നേതാക്കൾ ഒളിവിലെന്ന റിപ്പോർട്ട്. IC ബാലകൃഷ്ണനും ND അപ്പച്ചനും രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറി. വാർത്തകൾ വിശദമായി. മഞ്ഞിലയിൽ മുങ്ങിത്തോർത്തിയ ഭാവഗായകൻ പി ജയചന്ദ്രൻ ധനുമാസ ചന്ദ്രികയിൽ അലിഞ്ഞു ചേർന്നു. സംഗീത കേരളത്തിന് മറ്റൊരു നഷ്ടം കൂടി. അർബുദബാധയെ തുടർന്ന് 80-ാം വയസ്സിലായിരുന്നു പി ജയചന്ദ്രന്റെ അന്ത്യം. തൃശൂർ അമല ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം പൂങ്കുന്നത്ത് വസതിയിൽ പൊതുദർശനത്തിന് വെച്ച് 10 മണിയോടെ സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ പൊതുദർശനത്തിനെത്തിച്ചു. ഉച്ചയ്ക്ക് 12:30 വീണ്ടും പൂങ്കുന്നത്തെ തറവാട് വീട്ടിലേക്ക് കൊണ്ടുപോയി. നാളെ ഉച്ചകഴിഞ്ഞ് 3:30 പറവൂർ ചേന്ദമംഗലത്ത് പാലിയം തറവാട്ട് വീട്ടിലാണ് ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം. ഇന്നലെ വൈകിട്ട് 7 മണിക്ക് പൂങ്കുന്നത്തെ വീട്ടിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് തൃശൂർ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. രാത്രി 7:54 മരണം സ്ഥിരീകരിച്ചത്. അർബുദ രോഗത്തെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തൃശൂർ അമല ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലായി 10,000-ലേറെ ഗാനങ്ങൾ പി ജയചന്ദ്രൻ പാടിയിട്ടുണ്ട്. മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം 1 തവണയും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 5 തവണയും അദ്ദേഹത്തെ തേടിയെത്തി. കേരള സർക്കാരിന്റെ JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചു. തമിഴ്നാട് സർക്കാരിന്റെ കലൈമാമണി ബഹുമതി, 4 വട്ടം തമിഴ്നാട് സംസ്ഥാന പുരസ്കാരവും എന്നിവയും ലഭിച്ചിട്ടുണ്ട്. ലോസ് ഏഞ്ചൽസിനെ വിഴുങ്ങിയ കാട്ടുതീയിൽ അഭിനേതാക്കളും ഗായകരും ടെക്നീഷ്യരും അടക്കം ഭവനരഹിതരായി. സാധാരണക്കാർ മുതൽ വീട് നഷ്ടമായവരിൽ ഹോളിവുഡിലെ സൂപ്പർ താരങ്ങളും പെടും. 60 മുതൽ 70 കോടികൾക്ക് വരെ പണിത ആഡംബര വസതികൾ ഒരു തരിമ്പ് പോലുമില്ലാതെ കത്തിച്ചാമ്പലായി. പാലിസേഡ്സിലാണ് ഹോളിവുഡ് താരങ്ങൾക്ക് ആഡംബര വസതികൾ ഉണ്ടായിരുന്നത്. ഇവിടെയാകെ തീ പടർന്നിരുന്നു. അഭിനേതാക്കളായ യുജിൻ ലെവി, ടോം ഹാങ്ക്സ്, ജെന്നിഫർ അനിസ്റ്റൺ, റീസെ വിതർസ്പൂൺ, ആദം സാൻഡ്ലർ, ജെയിംസ് വുഡ്, സ്റ്റീവ് ഗുണ്ടൻബർഗ്, ബ്രാഡ്ലി കൂപ്പർ, മൈക്കൽ കീറ്റൺ എന്നിവരുടെ വസതികളാണ് കത്തിയെരിഞ്ഞത്. ഹഷ്മണി കേസിൽ വിധി പറയുന്നത് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ അപേക്ഷ US പ്രസിഡന്റ് കോടതിയും തള്ളി. ഇന്നാണ് കോടതി അന്തിമമായി വിധി പറയുന്നത്. ട്രംപ് നേരിട്ടോ വിർച്വലായോ കോടതിയിൽ എത്തണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂയോർക്ക് കോടതി ട്രംപിന്റെ ശിക്ഷാവിധി വൈകിപ്പിക്കാൻ വിസമ്മതിച്ചതിന് മണിക്കൂറുകൾക്ക് പിന്നാലെയാണ് സുപ്രീം കോടതിയുടെ ഈ തീരുമാനം. ഇന്ന് കോടതി അന്തിമ വിധി പറയും. ഇതോടെ കേസിൽ ഇന്ന് അദ്ദേഹത്തിന് ശിക്ഷ വിധിക്കാനുള്ള വഴിയൊരുക്കി 9 സുപ്രീം കോടതി ജഡ്ജിമാരിൽ 5 പേരും ട്രംപിന്റെ അപേക്ഷയെ എതിർത്തു. അയർലൻഡിൽ റെക്കോർഡ് തണുപ്പ് രേഖപ്പെടുത്തി. ലോങ്ഫോർഡിലെ ഗ്രനാഡിൽ കാലാവസ്ഥാ സ്റ്റേഷനുകളിൽ ഇന്നലെ രാത്രി -8.2°C എന്ന റെക്കോർഡ് താപനില രേഖപ്പെടുത്തിയതായി മെറ്റ് ഐറിയൻ അറിയിച്ചു. നേരത്തെ വെസ്റ്റ് മീത്തിലെ മുള്ളിങ്കറിൽ -7.5°C എന്ന താഴ്ന്ന താപനില രേഖപ്പെടുത്തിയിരുന്നു. ഈ റെക്കോർഡാണ് ഭേദിച്ചത്. ലോങ്ഫോർഡിലെ ഇന്നലെ രേഖപ്പെടുത്തിയ താപനില ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ താപനിലയാണെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ അറിയിച്ചു. കാൽവേയിലെ ഏതൻഡിയിൽ -7°C താപനിലയും കാർലോയിലെ ഓക്ക് പാർക്കിൽ -6.7°C രേഖപ്പെടുത്തിയതായി റിപ്പോർട്ടിൽ പറയുന്നു. UK ഗവൺമെന്റിന്റെ ധനസ്ഥിതി നന്നാക്കാൻ പൊതുസേവനങ്ങൾ കുത്തനെ വെട്ടിക്കുറയ്ക്കുന്നത് ചാൻസലർ റേച്ചൽ റീവ്സ് പരിഗണിക്കുന്നു. കടമെടുക്കുന്നതിനുള്ള UKയുടെ ചെലവ് വർദ്ധിക്കുകയും 14 മാസം ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് പൗണ്ട് മൂല്യം എത്തുകയും ചെയ്തതിനെ തുടർന്നാണ് ചെലവ് ചുരുക്കൽ തീരുമാനം. കടം വാങ്ങുന്നതിനോ നികുതി വർധനവിനോ നടപടി ഉണ്ടാകില്ല. പകരം വകുപ്പ് തല ചെലവുകൾ ആസൂത്രണം ചെയ്തതിലും കൂടുതൽ കുറയ്ക്കാൻ ചാൻസലർ തയ്യാറാണെന്ന് സർക്കാർ വൃത്തങ്ങൾ വെളിപ്പെടുത്തി. ഏത് നടപടികളും ഒരു അടിയന്തര പ്രസ്താവനയിൽ പ്രഖ്യാപിക്കാമെന്നാണ് സൂചന. ബ്രിട്ടന്റെ സാമ്പത്തിക സ്ഥിതി താറുമാറായതിനാൽ UKയുടെ ദീർഘകാല കടമെടുപ്പ് ചെലവ് 1998 ശേഷമുള്ള ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് ഉയർന്നു. ഇംഗ്ലണ്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കൗണ്ടി കൗൺസിലുകളിൽ പകുതി കൗൺസിലുകളിലും തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാൻ സർക്കാർ നിർദ്ദേശം. ഇക്കൊല്ലം തെരഞ്ഞെടുപ്പ് നടക്കാനിടയില്ല.
മെയ് മാസത്തിൽ ഇംഗ്ലണ്ടിലെ 12 കൗണ്ടി കൗൺസിൽ ഏരിയകളിൽ പ്രാദേശിക തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ അവരിൽ 12 കൗൺസിലുകൾ സർക്കാരിനോട് സാവകാശം ചോദിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. എന്നാൽ ഇതിനെതിരെ റീഫോംസ് പാർട്ടി അടക്കം പ്രതിപക്ഷം പ്രതിഷേധമുയർത്തി. കൗണ്ടി കൗൺസിലുകളിൽ പ്രാദേശിക തെരഞ്ഞെടുപ്പുകൾ നടത്താൻ 1 വർഷമോ അതിൽ കൂടുതലോ കാലതാമസം വന്നേക്കാമെന്ന് സർക്കാർ പറഞ്ഞു. എന്നാൽ ഇത് മേയർ തിരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല. UK-യിലെ ആദ്യത്തെ നിയമപരമായ മരുന്നടി മുറി നീണ്ട 10 വർഷത്തെ നിയമ പോരാട്ടത്തിന് ശേഷം തുറക്കുന്നു. മയക്കുമരുന്നിന് തീരെ അഡിക്റ്റ് ആയവർക്ക് നിയമപരമായ മയക്കുമരുന്ന് ഉപഭോഗ ഇടമായ പീസിൽ തിങ്കളാഴ്ച രാവിലെ ഗ്ലാസ്ഗോയിൽ പ്രവർത്തനം ആരംഭിക്കും. 365 ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ തുറന്നിരിക്കും. കൂടാതെ ആരോഗ്യ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ശുദ്ധവും സുരക്ഷിതവുമായ അന്തരീക്ഷത്തിൽ നിയന്ത്രണവിധേയമായി മരുന്ന് കഴിക്കാൻ ഡിക്ഷൻ ഉള്ളവരെ അനുവദിക്കും. സ്കോട്ട്ലൻഡിലെ മയക്കുമരുന്ന് മരണങ്ങൾ ഓരോ ദിവസവും 3 സ്കോട്ടുകൾ മരിക്കുന്നതിന് തുല്യമാണ്. ഇപ്പോഴും യൂറോപ്പിലെ ഏറ്റവും മോശം പ്രതിശീർഷ തലത്തിലാണ് സ്കോട്ട്ലൻഡിലെ ഈ മരണനിരക്ക്. ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് ഗൾഫ് ഓഫ് അമേരിക്ക എന്നാക്കി മാറ്റണമെന്ന് US പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിനെ വിമർശിച്ച് മെക്സിക്കോ പ്രസിഡന്റ് ക്ലൗഡിയ ഷെയ്ൻബോം നോർത്ത് അമേരിക്കയെ അമേരിക്ക മെക്സിക്കാന എന്നോ മെക്സിക്കൻ അമേരിക്ക എന്നോ മാറ്റുകയാണ് വേണ്ടതെന്നും 1814 മെക്സിക്കോ നിലവിൽ വരുമ്പോഴുള്ള രേഖകളിൽ അങ്ങനെയായിരുന്നുവെന്നും അവർ പറഞ്ഞു. അയൽരാജ്യങ്ങളായ US-ഉം മെക്സിക്കോയും തമ്മിലുള്ള ബന്ധത്തിലെ വിള്ളൽ വ്യക്തമാക്കുന്നതാണ് ട്രംപിന്റെയും ഷെയ്ൻബോമിന്റെയും പ്രസ്താവനകൾ. ഇന്ത്യ സഖ്യം പിരിച്ചുവിടണമെന്ന ആവശ്യവുമായി മുന്നണി ഘടകകക്ഷി നേതാവായ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള പ്രതിപക്ഷം ഒന്നിച്ചു നിൽക്കാത്ത സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യം പിരിച്ചുവിടുകയാണ് നല്ലതെന്ന് അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിൽ AAPയും കോൺഗ്രസും പരസ്പരം മത്സരിക്കുന്ന സാഹചര്യത്തിലാണ് ഉമർ അബ്ദുള്ളയുടെ ഈ പ്രതികരണം. ഇന്ത്യ സഖ്യത്തിന്റെ മീറ്റിംഗുകൾ ഒന്നും നടക്കാത്തത് നിർഭാഗ്യകരമാണ്. ആര് നയിക്കും എന്താണ് അജണ്ട, സഖ്യത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന കാര്യങ്ങളിലൊന്നും ചർച്ച നടന്നിട്ടില്ല. സഖ്യത്തിലെ പാർട്ടികൾ ഒരുമിച്ച് നിൽക്കുന്നുണ്ടോ എന്നതിലും വ്യക്തത വന്നിട്ടില്ല എന്നും ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി പറഞ്ഞു. അന്തരീക്ഷ മലിനീകരണവും മൂടൽമഞ്ഞും കാരണം പൊറുതിമുട്ടി ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹി. കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് പ്രകാരം വെള്ളിയാഴ്ച രാവിലെ 5:30 9 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഡൽഹിയിലെ അന്തരീക്ഷ താപനില. ഇതുമൂലമുള്ള കനത്ത മഞ്ഞും പോരാത്തതിന് ഡൽഹിയിലെ അന്തരീക്ഷ മലിനീകരണവും മൂലമുള്ള പുകയും കാരണം നഗരങ്ങളിൽ പലയിടങ്ങളിലും തൊട്ടടുത്തുള്ള കാഴ്ചകൾ പോലും കാണാൻ കഴിയാത്ത സ്ഥിതിയുണ്ടായി. ഗസിയാബാദ്, നോയിഡ എന്നിവിടങ്ങളിലാണ് സ്ഥിതി രൂക്ഷമായത്. അന്തരീക്ഷം തെളിഞ്ഞു കാണാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 100ഓളം വിമാനങ്ങൾ വൈകി. എയർ ക്വാളിറ്റി ഇൻഡെക്സ് പ്രകാരം വെള്ളിയാഴ്ച രാവിലെ തലസ്ഥാന നഗരം അത്യന്തം അപകടകരമായ നിലയിലാണെന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. രാജ്യ തലസ്ഥാനത്തെ സ്കൂളുകൾക്ക് ബോംബ് ഭീഷണി മുഴക്കിയ 12ാം ക്ലാസ്സുകാരൻ അറസ്റ്റിൽ. പരീക്ഷ എഴുതാൻ താല്പര്യമില്ലാതിരിക്കുന്നത് കൊണ്ടാണ് ബോംബ് ഭീഷണി അയച്ചതെന്ന് കുട്ടി സമ്മതിച്ചു. ഏകദേശം 6ഓളം ബോംബ് ഭീഷണികളാണ് കുട്ടി വിവിധ സ്കൂളുകൾക്കായി അയച്ചത്. സംശയം ഒഴിവാക്കാനായി നിരവധി സ്കൂളുകളെ ഇമെയിലിംഗ് ടാഗ് ചെയ്യുന്ന രീതിയും കുട്ടിക്കുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഒരു ഇമെയിലിൽ 23 സ്കൂളുകളെ വരെ കുട്ടി ടാഗ് ചെയ്തിരുന്നു. ബോംബ് ഭീഷണി മുഴക്കിയാൽ പരീക്ഷ നിർത്തിവെക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇത് ചെയ്തതെന്ന് കുട്ടി പറഞ്ഞു. DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും മരണത്തിൽ പ്രതികളായ കോൺഗ്രസ് നേതാക്കൾ ഒളിവിലെന്ന് റിപ്പോർട്ട്. IC ബാലകൃഷ്ണനും ND അപ്പച്ചനും രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറി. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതുവരെ മാറി നിൽക്കാനാണ് ഇവർക്ക് കിട്ടിയ നിർദ്ദേശം. പ്രധാന പ്രതികളായ 3 നേതാക്കളും ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. ജാമ്യാപേക്ഷയിൽ വിധി വരുന്നതുവരെ അറസ്റ്റിന് ശ്രമിക്കില്ലെന്നും പോലീസ് അറിയിച്ചു. DCC പ്രസിഡന്റും MLAയും ഉൾപ്പെടെ ജില്ലയിലെ പ്രമുഖ നേതാക്കൾ ആത്മഹത്യാ പ്രേരണ കേസിൽ പ്രതികളായതോടെ വയനാട്ടിൽ കോൺഗ്രസ് നേതൃത്വം ഗുരുതര പ്രതിസന്ധിയിലായിരിക്കുകയാണ്. നടി ഹണി റോസിനെതിരായ ലൈംഗികാധിക്ഷേപ പരാമർശ കേസിൽ റിമാൻഡിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂർ ഇന്ന് വീണ്ടും ജാമ്യാപേക്ഷ നൽകും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിക്കുമെന്നാണ് ബോബിയുടെ അഭിഭാഷകൻ അറിയിച്ചത്. ഹൈക്കോടതിയിൽ ഹർജി നൽകുന്നതും പരിഗണനയിലുണ്ട്. ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്യുന്നതിന് പിന്നാലെ വീണ്ടും പ്രതികരണവുമായി നടി ഹണി റോസ് രംഗത്തെത്തി. ഒരു യുദ്ധം ജയിച്ചതിന്റെ ആഹ്ലാദത്തിലല്ല താനെന്നും നിർത്താതെ വേദനിപ്പിച്ചത് കൊണ്ട് നിവൃത്തികെട്ടാണ് പ്രതികരിച്ചതെന്നും ഹണി റോസ് പറഞ്ഞു. നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കും സത്യത്തിനും വലിയ ശക്തിയുണ്ടെന്നും ഹണി സമൂഹമാധ്യമങ്ങളെ അറിയിച്ചു. കൃഷി വകുപ്പിൽ സ്പെഷ്യൽ സെക്രട്ടറിയായിരുന്ന N പ്രശാന്ത് IASന്റെ സസ്പെൻഷൻ കാലാവധി നീട്ടി സർക്കാർ. റിവ്യൂ കമ്മിറ്റിയുടെ ശുപാർശ കണക്കിലെടുത്താണ് നടപടിയെന്നാണ് വിശദീകരണം. 120 ദിവസം കൂടിയാണ് സസ്പെൻഷൻ നീട്ടിയത്. അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലകനെ ഫേസ്ബുക്കിലൂടെ അധിക്ഷേപിച്ചതിനായിരുന്നു അച്ചടക്ക നടപടിയുടെ ഭാഗമായി കളക്ടർ പ്രോയെ സസ്പെൻഡ് ചെയ്തത്. അതേസമയം ഔദ്യോഗിക പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് സസ്പെൻഷനിലായ K ഗോപാലകൃഷ്ണൻ IASനെ തിരികെ സർവീസിലെടുത്തു. എന്നാൽ ഗോപാലകൃഷ്ണനെതിരായി വകുപ്പുതല നടപടി ഉണ്ടാകും. പ്രശാന്തിന്റെ സസ്പെൻഷന്
കാലാവധി നീട്ടിയ സസ്പെൻഷന് റിവ്യൂ കമ്മിറ്റിയാണ് ഗോപാലകൃഷ്ണനെ തിരിച്ചെടുക്കാനും വകുപ്പ് തല നടപടികൾ തുടരാനും നിർദ്ദേശിച്ചത്. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം: ഒരു പൗണ്ട് 105.62 ഇന്ത്യൻ രൂപ, ഒരു $, 85.86 രൂപ, ഒരു യൂറോ 88.42 രൂപ, ഒരു പൗണ്ട് 1.23 ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറിനെതിരെ വിമർശനവുമായി മുൻ ഇന്ത്യൻ താരം മനോജ് തിവാരി രംഗത്തെത്തിയ വിഷയത്തിൽ ഗംഭീറിന് പിന്തുണയുമായി ഇന്ത്യൻ താരങ്ങൾ. വിമർശനം വസ്തുതകളുടെ അടിസ്ഥാനത്തിലാകണമെന്നും വ്യക്തിപരമായ വൈരാഗ്യത്തിന്റെ പേരിലാകരുതെന്നും നിതീഷ് റാണ പറഞ്ഞു. താൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നിസ്വാർത്ഥനായ കളിക്കാരിൽ ഒരാളാണ് ഗൗതം ഗംഭീർ എന്നും മികച്ച പ്രകടനമുണ്ടെങ്കിൽ PR വർക്കിന്റെ ആവശ്യമില്ലെന്നും നിതീഷ് റാണ എക്സ് പോസ്റ്റിൽ കുറിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഞ്ഞിലയിൽ മുങ്ങിത്തോർത്തിയ ഭാവഗായകൻ P ജയചന്ദ്രൻ ധനുമാസ ചന്ദ്രികയിൽ അലിഞ്ഞു ചേർന്നു. ഇനി ഓർമ്മയിൽ ആ ഗാനങ്ങൾ മാത്രം. ഹോളിവുഡ് താരങ്ങൾ കൂട്ടത്തോടെ പെരുവഴിയിലായി. ലോസ് ഏഞ്ചൽസിനെ വിഴുങ്ങിയ കാട്ടുതീയിൽ അഭിനേതാക്കളും ഗായകരും ടെക്നീഷ്യന്മാരുമടക്കം ഭവനരഹിതരായി. ആന്റണി ഹോപ്കിൻസിന്റെയും പാരീസ് ഹിൽട്ടണിന്റെയും ബില്ലി ക്രിസ്റ്റലിന്റെയും അടക്കം വസതികളും തീ വിഴുങ്ങി. ഹഷ്മണി കേസിൽ വിധി പറയുന്നത് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് നൽകിയ അപേക്ഷ US സുപ്രീം കോടതി തള്ളി. ശിക്ഷാവിധി ഉടൻ. അയർലൻഡിൽ റെക്കോർഡ് തണുപ്പ്. ലോങ്ഫോർഡിലെ ഗ്രനാർഡിൽ -8.2°C എന്ന റെക്കോർഡ് താപനില. UK ഗവൺമെന്റിന്റെ ധനസ്ഥിതി മോശമായി തുടരുന്നു. പൊതുസേവനങ്ങൾ കുത്തനെ വെട്ടിക്കുറയ്ക്കുന്നത് ചാൻസലർ റേച്ചൽ റീവ്സ് പരിഗണിക്കുന്നു. UKയിലെ ആദ്യത്തെ നിയമപരമായ മരുന്നടി മുറി നീണ്ട 10 വർഷത്തെ നിയമ പോരാട്ടത്തിന് ശേഷം തുറക്കുന്നു. സംവിധാനം മയക്കുമരുന്നിന് തീരെ അടിമകളായവർക്ക് വേണ്ടി. ഇന്ത്യ സഖ്യം പിരിച്ചുവിടണമെന്ന ആവശ്യവുമായി മുന്നണി ഘടകകക്ഷി നേതാവായ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള. DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും മരണത്തിൽ പ്രതികളായ കോൺഗ്രസ് നേതാക്കൾ ഒളിവിലെന്ന റിപ്പോർട്ട്. IC ബാലകൃഷ്ണനും ND അപ്പച്ചനും രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറി. മോർണിംഗ് ടോപ്പ് ന്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം. TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.